ഹായ്. ഇതുവരെ നമ്മളുണ്ടാക്കിയ പട്ടങ്ങളൊക്കെ, അതായത് ചെറുതും വലുതുമായിട്ടുള്ള പട്ടങ്ങളൊക്കെ, പക്ഷെ അതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് താല്പര്യമുള്ളത് വലിയ പട്ടങ്ങൾ തന്നെയാണ്. അപ്പോൾ ഞാൻ ആക്ച്വലി ഐ വാസ് ജസ്റ്റ് വാച്ചിങ് ഓൺ മൈ ലാപ്ടോപ്പ്. അപ്പോൾ സം ഓഫ് ദം ആക്ച്വലി ഐ ഹാവ് സ്റ്റിൽ ഇൻ ദ ലാപ്ടോപ്പ് വിച്ച് ഈസ് ഓൾസോ talking about that how I made it. But അത് ആക്ച്വലി ഈ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഇത് റിപ്സ്റ്റോപ്പ് നൈലൺ ആണ് സാധാരണ രീതിയിൽ നമ്മൾ ഉപയോഗിക്കാറ്. പക്ഷേ റിപ്സ്റ്റോപ്പ് നൈലനൊക്കെ പോലെ തന്നെ പക്ഷേ റിപ്പ് ഉണ്ടാവില്ല. റിപ്സ്റ്റോപ്പ് എന്ന് പറയുമ്പം ആ തുണി ഇതൊരു നൈലോൺ ഫാബ്രിക് തുണി വിട്ടുപോവില്ല. അത് അങ്ങനെ വിണ്ട് കീറുന്നൊരു ഇതുണ്ടാവില്ല. പക്ഷെ അതേ സമയത്ത് ഇറ്റ്സ് വെരി എക്സ്പെൻസീവ് ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് നോട്ട് ഈസിലി അവൈലബിൾ ഇൻ ഇന്ത്യ. ഒരുപാട് കാലമായിട്ട് നമ്മളത് പുറത്തൊക്കെ പോയിട്ട് വരുമ്പോൾ അല്ലെങ്കിൽ പുറത്തുനിന്നൊക്കെ ആൾക്കാർ വരുമ്പം നമ്മളത് വാങ്ങിക്കാറാണ് ചെയ്യാറ്, അല്ലെങ്കിൽ ഇമ്പോർട്ട് ചെയ്യാറാണ് ചെയ്യാറ്. അതിൽ വെച്ചാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ ഈ പെർട്ടിക്കുലർ ഇതിൽ റിപ്സ്റ്റോപ്പ് ഉപയോഗിച്ചിട്ടുണ്ട് ഈ സ്നേക്ക് ബോട്ടിൽ ഡിസൈനിൽ. പക്ഷെ അതേ സമയത്ത് നമ്മൾ ഒരു മാക്സിമം ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ടെഫറ്റ നൈലൺ എന്ന് പറയുന്നതാണ്. കാരണം അതിന് കുറച്ചൊരു റിജിഡിറ്റി മാത്രമല്ല, പൊതുവേ ഈ മെറ്റീരിയൽ സോഫ്റ്റാണ്. പക്ഷെ അതേ സമയത്ത് ഇത് കുറച്ചും കൂടി ഒരു കട്ടി കിട്ടാൻ വേണ്ടിയിട്ട്, കാരണം ബേസ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ടെഫറ്റ ബ്ലാക്ക് നൈലോൺ തുണിയാണ്. ഇങ്ങനെ നീളത്തിൽ ഇത് ഏതാണ്ട് ഒരു 10-16 അടിയാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. അപ്പോൾ അതുകൊണ്ടാണ് ആ തുണിയുടെ ഇങ്ങനെ കാണുന്നത്. അത് വാങ്ങിച്ച് അത് നമ്മൾ അതിന് മുകളിൽ അളവെടുത്ത് കട്ട് ചെയ്ത് ശേഷം അത് കട്ട് ചെയ്യുന്ന രീതിയാണ് ഇപ്പോൾ അത് കാണുന്നത്. സത്യത്തിൽ എൻ്റെ വീട്ടിലിത് വെച്ചുണ്ടാക്കുമ്പോൾ തന്നെ വീടിനെക്കാട്ടിയും കൂടുതൽ വലിപ്പമുള്ള പട്ടുമായതുകൊണ്ട് അപ്പം ഒരുപക്ഷെ അത് ഇപ്പോൾ ഹാളിലൊക്കെ വെച്ചിട്ട് പോലും ഉണ്ടാക്കിയതിന് ശേഷം ഭയങ്കര വലുതായിട്ട് അത് കണ്ടിരിക്കണം. ഐ ഷോ യു ദാറ്റ് പിക്ചേഴ്സ്. അപ്പോൾ ഇങ്ങനെ ഇത് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യമേ ഉണ്ടാക്കി വയ്ക്കും. അതിനുശേഷം അത് ടെംപ്ലേറ്റ് ഉണ്ടാവും. ആ ടെംപ്ലേറ്റ് വെച്ച് പിന്നെ കട്ട് ചെയ്തിട്ട് ആണ് ഇത് നമ്മൾ ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ അതിന് ശേഷം ഉപയോഗിക്കുന്ന ഇത് ഒന്നെങ്കിൽ ലേസർ കട്ട് വെച്ച് ചെയ്യാം, അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സിസർ ആക്ച്വൽ ടൈലർ സിസർ വെച്ചിട്ട് ചെയ്യാം. ഞാൻ എപ്പോഴും ടൈലർ സിസർ ഉപയോഗിക്കും. കാരണം അതാകുമ്പോൾ കുറച്ചും കൂടി ഒരു പ്രൊഫഷൻ അല്ലെങ്കിൽ ആ ഒരു ഒഴുക്ക് നമ്മൾ കിട്ടും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനുശേഷം കട്ട് ചെയ്ത ശേഷമുള്ള ആ പീസാണ് ഈ കാണുന്നത്. കണ്ടില്ലേ, സ്നേക്ക് ബോട്ടിൻ്റെ ആ വളഞ്ഞ് ഇങ്ങനെയുള്ള ആ ഒരു ഇത് വന്നത് കാണുന്നുണ്ട്. പിന്നെ അതിന് ശേഷം നമ്മൾ ഇത് ഏതൊക്കെ തരത്തിൽ ഇത് സ്റ്റിച്ച് ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ചാണ്. സ്റ്റിച്ച് നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഐ ഹാവ് എ റിയലി ഗുഡ് ഫാഷൻ സ്വിങ് മെഷീൻ വിച്ച് ഈസ് ആക്ച്വലി വർക്കിംഗ് വെരി ഗുഡ്. ആൻഡ് ഇങ്ങനെ വെച്ചടിക്കുന്ന പീസിൻ്റെ മുകളിൽ നമ്മൾ ഒരു ത്രെഡ് വെച്ച് ഉപയോഗിക്കും. കാരണം അവിടെ ആണ് നമ്മൾ പിന്നീട് ഈ ഹൂക്കിട്ടിട്ട് ഇങ്ങനെ ബ്രൈഡിൽ ഫിറ്റ് ചെയ്യണത്. ഇതിന് ഒരുപാട് ബ്രൈഡൽസ് വരും, നിങ്ങൾക്കത് കാണാം. പിന്നെ അതിന് ശേഷം ഉണ്ടാക്കി വരുമ്പം ഇതിൽ പൊതുവേ നമ്മൾ മനസ്സിലാക്കുന്നത് ഒറ്റ കളറിലല്ല സത്യത്തിൽ നമ്മളിത് ചെയ്യണത്. അപ്പോൾ അതുകൊണ്ട് ബ്ലാക്ക് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഒരു ഗോൾഡൻ സ്ട്രിപ്സ് കിട്ടാൻ വേണ്ടി അതിൻ്റെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. പിന്നെ എല്ലാത്തിനും പുറമെ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ആളുകൾ ഇരിക്കുന്നൊരു സംവിധാനമുണ്ട്. അപ്പോൾ ആളുകൾ ഇരിക്കുന്ന, അപ്പോൾ ആളെന്ന് പറയുമ്പോൾ വൈറ്റ് ആണ് ബേസ് കൊടുത്തിരിക്കുന്നത്. പിന്നെ എല്ലാം കഴിഞ്ഞ് നമ്മളിങ്ങനെ തോണിയെടുത്ത് ഇങ്ങനെ തുഴയുന്ന ഒരു ഇതുണ്ടല്ലോ, എന്താ പറയുക, അതിന് എന്താ പറയുക, ഒരു ഇത് ഐ എം നോട്ട് ഗെറ്റിംഗ് ഇറ്റ്. ഓക്കെ, ഇറ്റ്സ് അതെല്ലാം ഒരു ഇഷ്യൂ. അപ്പം അങ്ങനെയുള്ള ഇതുണ്ട്. ഇതേപോലത്തെ കണ്ടാൽ മനസ്സിലായല്ലോ. അപ്പോൾ ഇതിങ്ങനത്തെ ഇതൊക്കെ വെച്ച് നമ്മളത് ഇത് നമ്മൾ ആക്ച്വലി തുണി ബ്രൗൺ, കുറച്ച് ചോക്ലേറ്റ് ബ്രൗൺ ആണ്. അത് ആ ഒരു ബേസിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ ഒരു ഇനോവാദി സ്റ്റൈലിൽ കിട്ടാൻ വേണ്ടിയിട്ട്. അതിനുശേഷം സ്റ്റിച്ച് ചെയ്യുന്നു. പിന്നെ വൈറ്റ് തുണി എടുത്തിട്ട് നമ്മൾ ഈ ആളുകളുടെ രൂപത്തിൽ കട്ട് ചെയ്തിട്ട് അത് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നു. ദെൻ ഇങ്ങനെ ഏതാണ്ട് തോന്നിക്കും ആൾ ഇതൊരു ക്യാപ്റ്റനാണ്. ക്യാപ്റ്റന് ശേഷം കുറച്ച് പുറകിൽ വേറെ ആൾക്കാരുണ്ട്. അതെല്ലാം ഇത് പിടിച്ചിട്ട് ഇങ്ങനെ അത് എടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ വെച്ചിട്ട് രണ്ടും കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത്. പക്ഷേ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, വളരെ കോംപ്ലക്സ്ഡ് ആണ്. കാരണം സ്റ്റിച്ച് ചെയ്യുന്നത് ഉള്ളിലാവാൻ പാടില്ല. അപ്പം
ആദ്യം ഇൻസൈഡ് ഔട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് പിന്നെ ഔട്ട്സൈഡ് ഇന്നാക്കും. സോ ആ ഒരു ഷേപ്പ് നിങ്ങൾക്കത് കാണാം ടോട്ടൽ പ്രോപ്പർലി. ഇങ്ങനെ ഉള്ള ഇതൊക്കെ അതിൻ്റെ ഏതൊക്കെ ലെവലിൽ മുകളിൽ നിന്ന് ഒരു വ്യൂ എങ്ങനെ കാണാം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ നേരത്തെ പറഞ്ഞ റിപ്പ് സ്റ്റോപ്പിൻ്റെ ഈ ഗോൾഡൻ ബോർഡേഴ്സ് വെച്ചിട്ട് നമ്മൾ അതിൻ്റെ തോന്നിക്കുന്ന രീതിയിൽ, കാരണം അതൊരു കുറച്ച് ക്ലാസി ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. ദെൻ അതിനുശേഷം ഇതിങ്ങനെ മടക്കി നിങ്ങൾക്ക് കൂടെ കണ്ടാൽ ഇത് ആകെ ഒരു തമാശ എന്ന് വെച്ചാൽ ഈ മെയിൻ ഹാളിൽ ഈ സാധനം ഇട്ടപ്പം ഹാളിനെക്കാട്ടിയും വലുതാണ്. അപ്പോൾ ഞാൻ കുറച്ച് മടക്കി വെച്ചിരിക്കുകയാണ് അവിടെ. എനിവേ ഇതൊക്കെ ഒരു തരത്തിലൊരു ലവാണ് കേട്ടോ, പാഷനാണ്. അപ്പം അത് അങ്ങനെ ചെയ്യുന്നുണ്ടാണ്. അതുകൊണ്ട് എനിക്ക് പറയുമ്പോൾ തന്നെ ഐ വിൽ ബി സോ ഹാപ്പി ടു ടോക്ക് അബൌട്ട് ഇറ്റ്. അപ്പോൾ ഇങ്ങനെ ഇത് വെച്ചു, ഇങ്ങനെ ഓരോന്ന് ഇതെല്ലാം ഇത് റിപ്പ് സ്റ്റോപ്പാണ്. ഇതിൻ്റെ യെല്ലോ കാണുന്നതെല്ലാം റിപ്പ് സ്റ്റോപ്പാണ്. റിപ്പ് സ്റ്റോപ്പ് വെച്ചിട്ട് ആണ് നമ്മളത് സ്റ്റിക്ക് ഇത് ചെയ്ത് പിന്നെ സ്വീ ചെയ്യണം. എല്ലാം ടൈലർ മെയ്ഡ് ആണെന്നാണ് കേട്ടോ. അപ്പം അതിനുശേഷം ഇതിൻ്റെ മുകൾ ഭാഗം നമ്മൾ ബാക്കി വരച്ച് വെച്ചിരിക്കുന്ന സ്ഥലത്ത് ചില ബ്രൈഡൽ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ വേണ്ട സാധനങ്ങൾ ചെയ്തു. അതിനുശേഷം ഇങ്ങനെ ഒട്ടിച്ചതിന് ശേഷം നമ്മളത് സ്റ്റിച്ച് ചെയ്തു. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം പിന്നെ അത് കിടത്തിയിട്ടു. എത്രത്തോളം എങ്ങനെ ആൾക്കാർ നിൽക്കുന്നു എന്ന് നിങ്ങൾ ആ കോർണർ സൈഡിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആൾ നിൽക്കുന്നതിൻ്റെ അതൊക്കെ കാണാം. അതൊക്കെ വെച്ച് നോക്കുകയാണ് എങ്ങനെ അവിടെ ഹൗ ഇറ്റ് ഈസ് ഡൺ. ദെൻ നോക്കൂ, ദെൻ ഫൈനലി ഇറ്റ് ഈസ് ലൈക്ക് ദിസ്. സോ ഇത് ആക്ച്വലി നമ്മൾ ചെയ്തത് ഔട്ട്സൈഡാണ്. ഓക്കെ, ഇനി അത് ഇൻസൈഡ് ആക്കണം. അതിന് ശേഷം മറ്റതൊക്കെ വരത്തുള്ളൂ. ഓക്കെ, സോ ലൈക്ക് ദീസ് ആർ സം ഓഫ് അതർ പിക്സ് ലൈക്ക് ഹൗ ഇറ്റ് ഈസ് ഡൺ. പിന്നെ ഇതിനൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ ഓരോന്നിനും ഓരോ കോംപ്ലക്സ്ഡ്, ഞാൻ പറഞ്ഞല്ലോ കോംപ്ലക്സ്ഡ് ആയിട്ടുള്ള സ്റ്റിച്ചിങ് ആണ്. അതിന് ശേഷം എല്ലാം നമ്മൾ ചെയ്തതിന് ശേഷം 1 by 1 മെറ്റിക്കുലസ്ലി സ്റ്റിച്ചിങ് വിടാതിരിക്കണം. അപ്പോൾ അതുകൊണ്ട് അതിനെ റീഇൻഫോഴ്സ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യും. ഇതിനവസാനം ഇതിങ്ങനെ ബോൾ പോലെ ആവണ്ടേ, അല്ലെങ്കിൽ ബലൂൺ പോലെ തോന്നിക്കണ്ടേ. അപ്പോൾ അതെന്ത് ചെയ്യും നമ്മൾ, വി ഹാവ് ദിസ് വാക്യൂം ക്ലീനറിൻ്റെ ബ്ലോവർ വെച്ചിട്ട് എയർ അടിച്ച് കയറ്റിയിട്ട് അതിന് ശേഷമാണ് നമ്മൾ ഇവിടെ ബ്രൈഡൽസ് ഫിറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നോക്കൂ, ഈ ഹാളിൽ നിന്ന് നേരെ പോകുമ്പോൾ പകുതി കംപ്ലീറ്റ് ചെയ്താണ് എൻ്റെ വീട്ടിൻ്റെ എൻട്രൻസിലേക്ക്. അത് കഴിഞ്ഞ് ഡ്രോയിങ് റൂം നേരെ ഡൈനിങ് ഹാളിലേക്ക് കിടക്കുന്ന വലിയ ഹാളാണ്. അപ്പോൾ ആ ഹാളിൽ ഉള്ള പിക്ചറാണത്. നോക്കാം, ഇത് ഓൾറെഡി ഇത് റേസ് ചെയ്ത് വന്നു. അപ്പോൾ ഇത് കണ്ടോ, ഇത് നമ്മൾ ഓരോ അവിടുന്ന് എയർ അടിക്കുന്നുണ്ട്. എയർ അടിക്കുമ്പോഴാണ് ഇതിങ്ങനെ ഇതാക്കി വരുന്നത്. കാരണം എയർ തന്നെത്താനെ ഇത് ഇൻഫ്ലേറ്റ് ചെയ്യപ്പെടുകയാണ്. മുകളിൽ ആകാശത്ത് പറക്കുമ്പോൾ തന്നെത്താനെ ഇൻഫ്ലേറ്റ് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ എന്താവും, അപ്പം ശരിക്കും ആ ബലൂൺ പോലെ തോന്നിക്കും. ബലൂൺ അല്ല ആക്ച്വലി, ഇറ്റ് ഈസ് ഐ ഷുഡ് നോട്ട് യൂസ് ദാറ്റ് ബലൂൺ, ഇൻഫ്ലേറ്റബിൾ. സോ അപ്പം തരത്തിൽ ഇങ്ങനെ വലിയ രീതിയിൽ അത് കാണും. ഓക്കെ, പിന്നെ ഇതിൻ്റെ എൻഡ് ഒരു ഗോൾഡൻ കളറിൽ അഗെയിൻ റിപ്പ് സ്റ്റോപ്പിൽ വെച്ചിട്ട് നമ്മൾ നോക്കണം, ശ്രദ്ധിക്കണം. ഇവിടെ എല്ലാം ചെയ്തിരിക്കുന്നത് സിഗ്സാഗ് സ്റ്റിച്ചിങ് ആണ്. ഒന്നും ലൈൻസ് ഇല്ല, ലൈൻ സ്റ്റിച്ചിങ് ഇല്ല, എല്ലാം സിഗ്സാഗ് സ്റ്റിച്ചിങ് ആണ്. സിഗ്സാഗ് സ്റ്റിച്ചിങ്ങിൻ്റെ ഗുണം എന്ന് വെച്ചാൽ ഇവിടെ ബേസിക്കലി റീഇൻഫോഴ്സ് ചെയ്യപ്പെടുന്നുണ്ട്. കാരണം അങ്ങനെ പെട്ടെന്ന് വിട്ടുപോവില്ല. പിന്നെ ഉപയോഗിക്കുന്ന നൂലെല്ലാം നൈലോണാണ്. സോ these are some of and I have so many inflatables on the making. So one by one I will tell you that how I made it and also the kind of material. So taffeta nylon നമ്മൾ ഉപയോഗിച്ചു, റിപ്പ് സ്റ്റോപ്പ് നൈലോൺ ഉപയോഗിച്ചു, ലേസ് ത്രെഡ്സ് ഉപയോഗിച്ചു, സ്വിങ് മെഷീൻ ഉണ്ട്. ദെൻ സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ഗമ്മുണ്ട്, അത് കാണത്തില്ല. അപ്പോൾ അത് ഉപയോഗിച്ചു. കാരണം അത് കുറച്ചേ ഉപയോഗിക്കുള്ളൂ, ജസ്റ്റ് വിട്ടു പോകാതിരിക്കാൻ വേണ്ടി. അതിൻ്റെ മുകളിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യണം. ഇതിൽ സ്റ്റിക്കില്ല, ഐ മീൻ വടികളില്ല, അല്ലെങ്കിൽ ബാമ്പോ അങ്ങനെയുള്ള കാർബൺ റോഡ്സ് ഒന്നുമില്ല. ഇത് കംപ്ലീറ്റ്ലി ഇൻഫ്ലേറ്റബിളാണ്. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് ഇത് മടക്കി വെച്ചിട്ട് ഒരു ബാഗ് ഉണ്ടാക്കിയിട്ട് ആ ബാഗിൽ ഈ ഒരു സാധനം ഇരിക്കും. ആവശ്യമുള്ള സമയത്ത് നമ്മളെടുത്തത് പറത്തും. രണ്ട് തരത്തിൽ പറത്താം. ഒന്നെങ്കിൽ ഡയറക്റ്റ് പറത്താം, അതല്ലാന്നുണ്ടെങ്കിൽ 1 by 1 ആയിട്ട് അതിന് പുറകിൽ വെച്ച് പറത്താം. അങ്ങനത്തെ പിക്ചറാണ് ഞാനത് ഇടാൻ പോകുന്നത്. So it's a big thing. I mean, I hope that if you have liked it, please comment on this and എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം വലിയ സന്തോഷമായി പറയേണ്ട ആവശ്യമില്ല. So it's like that. So and I hope that you enjoyed it. So now you see
how it is flying. Okay, and if you dislike, just say no problem. But നിങ്ങളുടെ ഓരോ എൻകറേജ്മെൻറ്റും എനിക്ക് വലിയ ഒരു ഗുണമാണ്. കാരണം ഇത് അറിയാൻ എനിക്ക് കൂടുതൽ പഠിക്കേണ്ടി വരും. അപ്പോൾ ഞാൻ ചെയ്ത് കാണിക്കുന്നുണ്ട്. സോ പിന്നെ ഇനി അടുത്തൊരു ലക്കത്ത് കാണുന്നവരെ ശിതൻ.